നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ പോസിബിൾ ആണ്. നല്ല രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോസിനെ എഡിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് എന്നെ സഹായിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു നോക്കിയിട്ടുണ്ടാവും എങ്ങനെയാണ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഇപ്പൊ ഒരു ക്യാപ്കട്ട് പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രീമിയർ പ്രോ എടുക്കുകയാണ്, അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഒരു റീൽസ് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിഗിനറിന് വേണ്ടിയുള്ളതാണ്, സിംഹങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നുമല്ല. ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ എടുത്തേക്കുന്ന ഒരു വീഡിയോ വളരെയധികം ലെങ്തി ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് സ്പ്ലിറ്റ് ആൻഡ് ഡിലീറ്റ് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ വരാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ റീടേക്ക് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ സാധിക്കും. അതായത് ഒരൊറ്റ സ്ട്രെച്ചിലൊന്നും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട വരില്ല. രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓവർലേ എന്നുള്ളത്. അതായത് നമ്മൾ നിലവിൽ എടുത്തു വെച്ചേക്കുന്ന വീഡിയോയുടെ മുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറയുന്ന പേരാണ് ഓവർലേ എന്നുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ മുകളിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്ലിപ്പുകളുടെ ഇടയിലേക്ക് നമുക്ക് ട്രാൻസിഷൻ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഓവർലേക്ക് ഈ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോനെ താഴെ നിന്ന് പൊങ്ങി വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലോ അങ്ങനെ പല രീതിയിലുള്ള എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനായ ക്യാപ്കട്ട് VN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോയിലേക്ക് വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് സൗണ്ട് എഫക്റ്റ് എന്നുള്ളത്. നിങ്ങൾ ഓരോ രീതിയിലുള്ള ടെക്സ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഇമേജസ് കാര്യങ്ങളൊക്കെ ഓവർലേ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് പറ്റുന്ന നല്ല ബെറ്റർ സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ആ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ വീഡിയോനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്ന ഒന്നാണ്. അതായത് നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളാണ് എടുക്കുന്നത്, അതിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഓവർലേ ആയിട്ട് നിങ്ങളുടെ ഇമേജസ് വന്നാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആ ഒരു ടെക്സ്റ്റിന് നിങ്ങൾക്ക് യൂട്യൂബ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു റീൽസിനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ടോപ്പിക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കാര്യങ്ങളൊക്കെ ഇല്ലാതെ പോകും. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോനെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു വീഡിയോനെ ഇതിന്റെ ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ കാണുന്ന രീതിയിലിരിക്കും. അപ്പോൾ ആ ഒരു റീലിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടി പ്രൊഫഷണൽ ലെവലിൽ ഫീൽ ചെയ്യും. ആറാമതായിട്ട് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് യൂട്യൂബിൽ ഓരോരുത്തരും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഏഴാമത്തെ കാര്യമാണ് നിങ്ങളുടെ വീഡിയോസിനെ ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ഹുക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീഡിയോയിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ, ഇപ്പോൾ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് കാര്യങ്ങളൊക്കെ ഒരു 1-2 സെക്കൻഡ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടിടുക. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാൻ വേണ്ടി വരുന്ന പ്രേക്ഷകന് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ നേരെ ആ ഒരു വീഡിയോ ടോട്ടൽ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ നല്ല രീതിയിലുള്ള ട്രെൻഡിങ്ങിലേക്ക് വരികയും ചെയ്യും. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള റേഷ്യോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു യൂട്യൂബിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോനെ റീൽസ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്, ഒരു 30 സെക്കൻഡ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലുള്ള റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്തിടുക. അതായത് ഒരു റീൽസിന് വരുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ റേഷ്യോനെ കൺവേർട്ട് ചെയ്തിടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോസിന് കിട്ടുന്നതായിരിക്കും. ഒമ്പതാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കളർ ഗ്രേഡ് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നല്ലൊരു ക്യാമറയിൽ എടുത്താലും നല്ല രീതിയിലുള്ള കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോണിലെ കാര്യങ്ങളൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ VN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാം.
ഇനി നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് എങ്ങനെ ചെയ്യാം എന്ന് അറിയില്ലെങ്കിൽ തന്നെ ഫോട്ടോഷോപ്പിൽ കൂടെ ലെറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞതിൽ 1 to 9 ഏതൊരു കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞാലും ശരി, 10ാമത്തെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും വിട്ടുകളയരുത്. ഈ ഒരു ഓപ്ഷനെ പറയുന്ന ഒരു പേരാണ് എക്സ്പോർട്ട് സെറ്റിംഗ്സ് എന്നുള്ളത്. നമ്മൾ എടുത്തേക്കുന്ന ഒരു വീഡിയോ എത്ര FPS എടുത്തേക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഏതൊരു ബിട്രേറ്റിലേക്ക് കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതൊന്നും നോക്കാതെ നമ്മൾ 4K എടുത്തേക്കുന്ന ഒരു വീഡിയോനെ എക്സ്പോർട്ട് ചെയ്ത് നേരെ യൂട്യൂബിൽ കൊണ്ട് അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ലോസ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു 10 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റീൽസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.